പശ്ചിമബംഗാളിൽ ബി.ജെ.പി. സർക്കാർ അധികാരത്തിലേറാൻ പോകുന്നു. ബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആയിരക്കണക്കിന് ബി.ജെ.പി. പ്രവർത്തകരാണ് ആവേശത്തോടുകൂടി ബി.ജെ.പി. സർക്കാർ ആദ്യമായി അധികാരത്തിലേറാൻ പോകുന്നതിൻ്റെ കാഴ്ചയ്ക്ക് ആ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനായി കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ എത്തിയിരിക്കുന്നത്. സുവേന്ദു അധികാരി ബി.ജെ.പിയുടെ ബംഗാൾ മുഖ്യമന്ത്രിയായി അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബി.ജെ.പിയുടെ മുഖ്യമന്ത്രിമാർ, എൻ.ഡി.എയുടെ മുഖ്യമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ എന്നിവരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉണ്ട്. നിരവധി നേതാക്കൾ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാനെത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ബി.ജെ.പി. പ്രവർത്തകർ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ബി.ജെ.പി. ആദ്യമായി അധികാരത്തിലേറുന്നതിന് സാക്ഷ്യം വഹിക്കുന്നതിനായി. പശ്ചിമബംഗാളിൽ ബി.ജെ.പി. അധികാരത്തിലെത്തിക്കുക എന്നത് ബി.ജെ.പി. നേതാക്കളുടെ എക്കാലത്തെയും വലിയ മോഹമായിരുന്നു. ബി.ജെ.പിയുടെ മുൻ രൂപമായ ഭാരതീയ ജനസംഘിൻ്റെ സ്ഥാപകനായിരുന്ന ശ്യാമപ്രസാദ് മുഖർജിയുടെ മണ്ണാണ് പശ്ചിമബംഗാൾ എന്നുള്ളതുകൊണ്ട് തന്നെ വർഷങ്ങളായി ബി.ജെ.പി. അവിടെ അധികാരത്തിലെത്തണം എന്ന ആ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുകയായിരുന്നു. നേരത്തെ ഇടതു പാർട്ടികളുടെ കാലത്ത് ബി.ജെ.പിക്ക് ബംഗാളിൽ കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് തൃണമൂൽ കോൺഗ്രസും ബി.ജെ.പി. മുന്നേറ്റത്തിന് വലിയ വിലങ്ങുതടി തീർത്തിരുന്നു. പക്ഷേ 2026 മമതാ ബാനർജിയുടെ തുടർച്ചയായ 15 വർഷത്തെ ഭരണത്തെ പിഴുതെറിഞ്ഞുകൊണ്ട് ബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ബി.ജെ.പി. പുതുചരിത്രം കുറിച്ചിരിക്കുന്നു. സമീപകാലത്തൊക്കെ ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കൾ, ദിലീപ് ഘോഷ് അടക്കമുള്ള നേതാക്കളൊക്കെ ബി.ജെ.പിക്ക് കാര്യമായ സംഭാവന ആ മണ്ണിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നറുക്കു വീണത് മമതാ ബാനർജിയെ നേർക്കുനേർ നിന്ന് എതിർത്തിരുന്ന സുവേന്ദു അധികാരിക്കാണ്. ഒരു കാലത്ത് മമതാ ബാനർജിയുടെ വിശ്വസ്തനായിരുന്നു സുവേന്ദു അധികാരി. സുവേന്ദു അധികാരിയും പിതാവ് ശിശിർ അധികാരിയും കോൺഗ്രസിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന് പിന്നീട് കോൺഗ്രസിൽ നിന്ന് മാറി മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായവരാണ്. ശിശിർ അധികാരി കേന്ദ്ര സർക്കാരിൽ, UPA സർക്കാരിൽ, മൻമോഹൻ സിംഗ് സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായി, തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. മമതാ ബാനർജി സർക്കാരിൽ തന്നെ 2020 വരെ സംസ്ഥാന മന്ത്രിയായിരുന്നു സുവേന്ദു അധികാരി. ഇപ്പോൾ ബി.ജെ.പിയുടെ ബംഗാൾ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന സുവേന്ദു അധികാരി CPIM സർക്കാരിൻ്റെ കാലത്ത്, ഇടതു സർക്കാരിൻ്റെ കാലത്ത്, ബുദ്ധദേവ് ഭട്ടാചാര്യ സർക്കാരിൻ്റെ കാലത്ത് നന്ദിഗ്രാം പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് സുവേന്ദു അധികാരി രാഷ്ട്രീയ രംഗത്ത് ബംഗാളിന് പുറത്തും ആ പേര് കേൾക്കാനിടയായത്. നന്ദിഗ്രാം പ്രക്ഷോഭ സമരകാലത്ത് ഭൂമി ഉച്ഛേദ് പ്രതിരോധ സമിതി എന്ന കർഷകരുടെ ആ പ്രതിരോധ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് സുവേന്ദു അധികാരിയായിരുന്നു. സുവേന്ദു അധികാരി അവിടെ നേരത്തെ കാന്തി നഗരസഭാംഗമായിരുന്നു സുവേന്ദു അധികാരി. അതിനുശേഷം പിന്നീട് ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നതിന് ഈ നന്ദിഗ്രാം ഉൾപ്പെടുന്ന താംലൂക്ക് എന്ന ലോക്സഭാ മണ്ഡലത്തിൽ അവിടെ CPIMൻ്റെ പ്രതിനിധിയായിരുന്ന ലക്ഷ്മൺ സേത്തിനെ പരാജയപ്പെടുത്തി സുവേന്ദു അധികാരി ലോക്സഭാംഗമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധയൂന്നുകയായിരുന്നു സുവേന്ദു അധികാരി. അങ്ങനെയാണ് 2016 മുതൽ 2020 വരെ മമതാ ബാനർജി സർക്കാരിൽ സുവേന്ദു അധികാരി അംഗമായിരുന്നത്. 2020 ശേഷം ബി.ജെ.പി. പക്ഷത്തേക്ക് മാറിയ സുവേന്ദു അധികാരി മമതാ ബാനർജിയുടെ ശക്തനായ എതിരാളിയായി പിന്നീട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ മാറുകയായിരുന്നു. സുവേന്ദു അധികാരി കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തിയ പ്രവർത്തനങ്ങൾ, അതിന് സംസ്ഥാനത്തെ ബി.ജെ.പി. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് നടത്തിയ പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെ ഇപ്പോൾ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തെ അംഗീകരിച്ചിരിക്കുകയാണ്. സുവേന്ദു അധികാരിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബി.ജെ.പി. നേതൃത്വം നിർദ്ദേശിക്കുകയും ഇപ്പോൾ ഇതാ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. പശ്ചിമബംഗാൾ ഗവർണർ RN രവിക്ക് മുൻപാകെയാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. കൊൽക്കത്തയിലെ സാധാരണ വലിയ പൊതുയോഗങ്ങളൊക്കെ നടക്കാറുള്ള, റാലികൾ നടക്കാറുള്ള സ്ഥലമാണ് കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ട്. അവിടെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാൻ പോകുന്നത്. ബംഗാൾ സർക്കാരിൻ്റെ സെക്രട്ടേറിയറ്റായ നബന്നയിലേക്ക് ഇനി ഇതാ സുവേന്ദു അധികാരി പോവാൻ ഒരുങ്ങുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.